ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായന ഭാഗം 1 ദിനവൃത്താന്തം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 17 അധ്യായം 28 വാക്യം. അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എലീയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. യഹൂദ ഗോത്രക്കാരനും ബത്ലഹേമിൽ താമസിച്ചിരുന്നവനുമായ ഇശ്ശായിയുടെ 8 പുത്രന്മാരിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു എലീയാബ്. എലീയാബ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം പിതാവ് എന്നതാണ്. ശൗൽ രാജാവിൻ്റെ സൈന്യത്തിൽ സേവനം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എലീയാബ്. എലീയാബിനൊപ്പം അനുജന്മാരായ അബീനാദാബും ശമ്മയും സൈന്യ സേവനത്തിനായി കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രഭാതത്തിൽ എലീയാബിനെ കുറിച്ച് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, രാജ്യ സേവനത്തിനായി സന്നദ്ധനായ എലീയാബ്. ഫെലിസ്ത്യർ ഇസ്രായേൽ ജനതയുടെ നേരെ അവരുടെ സൈന്യങ്ങളെ യുദ്ധത്തിനായി ഒന്നിച്ച് കൂട്ടുന്നു. അങ്ങനെ ഫെലിസ്ത്യർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ സോഖോവിനും അസേക്കയ്ക്കും മധ്യേ ഏഫെസ് ദമീമിൽ പാളയമിറങ്ങിയിരുന്നു. അങ്ങനെ അന്ന് ഇക്കൂട്ടത്തിൽ ഒരു ഫെലിസ്ത്യ മല്ലൻ ഇസ്രായേല്യരെ വെല്ലുവിളിച്ചിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും ഇസ്രായേൽ ജനതയുടെ മുന്നിലേക്ക് വന്നു അവരെ വെല്ലുവിളിക്കുക പതിവായിരുന്നു. എന്നാൽ ആ ഫെലിസ്ത്യൻ്റെ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേല്യരും കേട്ടപ്പോൾ അവർ ഏറ്റവും അധികം ഭയപ്പെട്ടുപോയി. അതിനാൽ തന്നെ ആ ഫെലിസ്ത്യനെ ഏറ്റുമുട്ടുക എന്നത് ശൗലിൻ്റെ സൈന്യവ്യൂഹത്തിന് ശ്രമകരവും ആയിരുന്നു. എലീയാബ് ഉൾപ്പെടുന്ന സൈന്യത്തിന് നിസ്സഹായരായി നിൽക്കുവാനേ എല്ലാ ദിവസവും കഴിഞ്ഞിരുന്നുള്ളൂ. രാജ്യസേവനത്തിനായി എലീയാബും കൂട്ടരും തങ്ങളെ തന്നെ സമർപ്പിച്ചിരുന്നു എങ്കിലും ഈ ഒരു ദൗത്യം പൂർണ്ണമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, ഇളയ സഹോദരനോട് കോപിക്കുന്ന എലീയാബ്. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എലീയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. പട കാൺമാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ തൻ്റെ ഇളയ സഹോദരനോടുള്ള ഒരു വാത്സല്യമായും നമുക്ക് ഇതിനെ കരുതാവുന്നതാണ്. ദാവീദ് സംരക്ഷിക്കുന്ന ആടുകളെ അലക്ഷ്യമായി വിട്ടിട്ടാണോ ദാവീദ് വന്നത് എന്ന ഒരു ധ്വനിയും തൻ്റെ ജ്യേഷ്ഠനായ എലീയാബിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 1 ശമൂവേൽ 17 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരൻ്റെ പക്കൽ വിട്ടേച്ചു എന്ന്. ഉത്തരവാദിത്വത്തോടെ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു ദാവീദിനെയാണ്, അല്ലെങ്കിൽ ഒരു ഇളയ സഹോദരനെയാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. എങ്കിലും തന്നോട് കോപിച്ച മൂത്ത സഹോദരനോട് താഴ്മയോടും വിനയത്തോടും ദാവീദ് മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു അർത്ഥവത്തായ മാതൃകയാണ് ഇതിലൂടെ നമുക്ക് വെളിവാകുന്നത്. പ്രിയ ദൈവജനമേ, നമുക്കെതിരെ വരുന്ന തിന്മശക്തികളെ ദൈവത്തോട് ചേർന്ന് സധൈര്യം നേരിടുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, നല്ല മാതൃകകൾ പിന്തുടരുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.